Hi dears, welcome to Aadish Creations. This is a beautiful jewellery set. I will make this mold. I will make beads. Now, we will make a ball. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ക്രാക്സ് പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് രണ്ടായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നൊരു ബോളാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടെറാക്കോട്ട ബോൾസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ടൂത്ത് പിക്ക് വെച്ചിട്ട് രണ്ട് സൈഡിലും ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഞാൻ കുറേ ബീഡ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ യൂസ് ചെയ്യുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ ആക്രിലിക് പെയിൻറ്റാണ്. അപ്പോൾ ഗോൾഡൻ കളറിലെ പെയിൻറ്റ് എടുത്തിട്ട് നമ്മുടെ ബീഡ്സിന് എല്ലാ ബീഡ്സിനും നമുക്ക് ഗോൾഡൻ കളറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഡബിൾ ലെയർ മാല ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ബീഡ്സ് ഇതുപോലെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഒരു കോട്ടും കൂടെ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സിലിക്കോൺ മോൾഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പെൻഡൻ്റ് ഒന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്നും അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു എയർഡ്രൈക്ലേ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റത്തോളം ഒന്ന് വെയിറ്റ് ചെയ്യണേ. അതിന് ശേഷം മാത്രം എടുത്താൽ മതി. അപ്പോൾ അതാ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പെൻഡൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊരു ലക്ഷ്മി ദേവിയുടെയാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കി വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ സൈഡൊക്കെ നമുക്കൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ മോൾഡിലുള്ള പോലെ തന്നെ ബാക്കിയുള്ള ഭാഗത്ത് എവിടേക്കാണ് ഡിസൈൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടൂൾ വെച്ചിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പം നമ്മളെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, യു പിൻ എടുത്തിട്ട് രണ്ട് സൈഡിൽ താഴെ ഭാഗത്തായിട്ട് രണ്ട് സൈഡിലായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഇതൊരു ഡബിൾ ലെയർ മാല ആയതുകൊണ്ട് നമുക്ക് രണ്ട് സൈഡിൽ നമ്മൾ യു പിൻ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്നത് നമുക്ക് മുകളിലായിട്ടും ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കാം. ഡ്രൈ ആയതിനു ശേഷം ഞാനത് ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഗോൾഡൻ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഒരു കോട്ടും കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇനി നമുക്ക് നിക്രോം വെയർ എടുക്കാം. നിക്രോം വെയർ എടുത്തിട്ട് നമുക്ക് ബീഡ്സ് ഒന്ന് കോർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലെയറിൽ നമുക്ക് എത്ര ബീഡാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ബീഡ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക. ഞാൻ ഇപ്പോൾ 2 ലെയർ ബീഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ നമ്മുടെ യു പിൻ നമ്മൾ ചെയ്തില്ലേ നമ്മുടെ പെൻഡൻറ്റിൽ, അതിൽ ആദ്യം നമുക്ക് ഇതുപോലെ ഹോളുള്ള ബീഡ് കിട്ടും വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് കയറ്റിയതിന് ശേഷം നമുക്ക് ആ ചെറിയ ബീഡിലേക്ക് നമുക്ക് ഒന്ന് അതിൻ്റെ അറ്റം ഒന്ന് കയറ്റി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ കയറ്റിയിട്ട് പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പം മുകളിലേക്ക് പൊയ്ക്കോളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ പ്ലെയർ വെച്ചിട്ട് നമുക്ക് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബീഡൊന്നും മുകളിലേക്ക് പോകത്തില്ല.
അടുത്ത ഭാഗവും നമുക്ക് അതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോഴത്തെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കിതാ ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ 2 നിക്രോം വെയറും കൂടെ നമുക്കൊന്ന് ഒരുമിച്ച് പിടിച്ചതിന് ശേഷം നമുക്ക് ആ ഹോളുള്ള ബീഡൊന്ന് ഒരേപോലെ ഒന്ന് കയറ്റി കൊടുക്കുക. കണ്ടോ, ഒരേപോലെ ഒന്ന് കയറ്റി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വയർ നമുക്ക് അതിനകത്തൂടി ഒന്ന് വീണ്ടും ഒന്ന് കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ആക്കി എടുക്കുക. ബാക്കി വരുന്ന പ്രസ് ചെയ്ത് കൊടുക്കുക. ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് നമ്മുടെ പെൻഡൻറ്റിന് ഒരു ഡിസൈൻ കൊടുക്കണമല്ലോ. അപ്പോൾ റെഡ് കളറാണ് ഞാൻ കൊടുക്കുന്നത്. റെഡ് കളർ എവിടെയൊക്കെയാണെന്ന് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇതുപോലെ ഡബിൾ ലെയർ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു നെക്ലേസ് വരുന്നത് കേട്ടോ. കുറേ കൂടെ ബീഡ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറേ കൂടെ ബീഡ്സ് യൂസ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ ഇറക്കത്തിൽ നമുക്ക് ഈ ഒരു മാല നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഉണ്ട്. ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുന്നതായിരിക്കും. താങ്ക്